വെൽക്കം ടു അവർ സിറ്റി. 15-16 വർഷം മുമ്പ് സിംഗപ്പൂരിൽ പോയ ഒരു യാത്രാനുഭവമാണ്. അന്ന് തന്നെ സിംഗപ്പൂർ വളരെ ഡെവലപ്ഡ് ആയിരുന്നു. ഇത് കരയിലും വെള്ളത്തിലും പോകുന്നൊരു വണ്ടിയാണ് ഡക്ക് ടൂർ. ഇപ്പോൾ നമ്മൾ കരയിൽ നിന്നും വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതേ വണ്ടിയിൽ തന്നെ സിംഗപ്പൂരിൻ്റെ പ്രതീകമായ മെർലയാണ്. നമ്മുടെ വണ്ടി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സക്സസ്. ഇനി ഒരു ഓപ്പൺ ബസ്സിൽ സിറ്റി ടൂർ. ഇത് അന്നത്തെ ലാർജസ്റ്റ് ഫൗണ്ടെയിൻ ആയിരുന്നു. ഇനി സിംഗപ്പൂർ ഫ്ലൈയർ. ഇത് കണ്ട ഒരു ക്യാപ്സൂളാണ്. അങ്ങനെ 28 ക്യാപ്സൂളുണ്ട്. ഒരു ക്യാപ്സൂളിൽ 28 പേർക്ക് ഇരിക്കാം. ഇതുണ്ട് ഡക്ക് ടൂർ കാണാം, മെർലയൻ കാണാം. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ 3 രാജ്യങ്ങൾ കാണാം. 1 മണിക്കൂർ പിടിക്കുന്നു ഇങ്ങനെ പയ്യെ കറങ്ങി തിരിച്ചെത്താൻ. സൂപ്പറായിരുന്നു. ഫ്ലൈയറൊക്കെ കറങ്ങിക്കഴിഞ്ഞ് അല്പസമയം റെസ്റ്റ്. സെൻറ്റോസ ഐലൻഡ് മനോഹരമായിരുന്നു. മനോഹരമായൊരു ഐലൻഡ്. അവിടെ ബീച്ചൊക്കെ എന്ത് നീറ്റായിരുന്നു. സിംഗപ്പൂർ മൊത്തം നല്ല നീറ്റാണ്. പുറത്ത് നമുക്ക് ഒരു വേസ്റ്റ് പോലും ഇടാൻ പറ്റില്ല. അത്രയും നല്ല നീറ്റ് സിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ഇനി സീൽ, നീർനായല്ലേ, അതിൻ്റെ കുറച്ച് വികൃതി ആസ്വദിക്കും. ടാക്സിയൊക്കെ എന്നാൽ ബെൻസാണ് കേട്ടോ. സിംഗപ്പൂരിൽ അണ്ടർ വാട്ടർ വേൾഡ്. അത് മനോഹരമായൊരു അക്വേറിയമായിരുന്നു വെള്ളത്തിനടിയിലുള്ളത്. പലതരം മത്സ്യങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, കുറേ സ്പീഷീസിനെ കാണാൻ പറ്റി. ഇനി മത്സ്യവുമായൊരു നർമ്മസല്ലാപം. കടലിൻ്റെ അടിയിലെ വിശേഷമൊക്കെ അറിയണ്ടേ. കളർ മാറുന്ന ജെല്ലി ഫിഷ്, യെല്ലോ, ഗ്രീൻ, റെഡ്. സൂപ്പർ. ബബിളിൻ്റെ ഉള്ളിൽ ആളുണ്ട്. നൈറ്റ് സഫാരി ആയിരുന്നു അവസാനത്തെ ഐറ്റം. ഈ ഒരു ഓപ്പൺ ട്രാമ്പിൽ നമ്മളെ കാട്ടിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. ശരിക്കും പേടിയാവും. കാട്ടുപോത്ത്, പുലി എല്ലാം ഉണ്ട് തൊട്ടടുത്ത് കാണാവുന്നത്. കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾ, ലാസ്റ്റ് ഒരു ആനിമൽ ഷോ. വീണ്ടും പുലി. നമ്മൾ സിംഗപ്പൂർ കഴിഞ്ഞു.